ക്രിസ്തുവിനെ ക്രിസ്തുവാക്കുന്ന ഇപ്പം നമ്മളെ തന്നെ സബ്ലിമേറ്റ് ആക്കുന്ന, നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ശക്തിയുടെ സ്രോതസ്വരൂപങ്ങളില്ലേ, അത് ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആനന്ദം ഉണ്ടാകണത്. ഇപ്പോൾ ഒരു സങ്കടം ഉണ്ടായി, ഇപ്പോൾ രോഗമുണ്ടായി, ഇപ്പോൾ എനിക്ക് കുറച്ച് രോഗങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലിരിക്കണത് എന്താണ്? കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ കൂടെ കൂട്ടി വെക്കുമ്പോൾ ഇത് ക്രിസ്തുവിലൊരു ആനന്ദമായിട്ട് ഇത് മാറുന്നു. ഈ ലോകത്തോടൊരു അറ്റാച്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ, ഇതുപോലെ തന്നെ ഈ യമനിയമ ആസന, പ്രാണായാമ, പ്രത്യാസന, നിധിയ സമാധിയിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരു ആനന്ദം ഉണ്ടാകും. അത് ദൈവത്തിൻ്റെ ഒരു ഭാവമായിട്ടാണ് ഭാരതീയ ദൈവശാസ്ത്രത്തിൽ എടുക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടി മനുഷ്യൻ സമൂഹത്തിൽ നിന്ന് പുറത്തു പോകണം, ലോകത്തിലായിരിക്കുകയും ലോകത്തിൻ്റെതല്ലാതായിരിക്കുകയും ചെയ്യണം. അതാണ് പരിശുദ്ധ അമ്മയുടെ ഒരു നിലപാട്. പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ല. കാരണം ലോകത്തിൻ്റെ സന്തോഷമാണെങ്കിൽ അത് ആ സാഹചര്യം മാറുമ്പോൾ എടുത്തു കളയും. ഇപ്പം ദൈവ സന്തോഷമാണ് ഈ പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സന്തോഷം എന്ന് ഈശോ പറഞ്ഞില്ലേ, അതാണ് ദൈവ സന്തോഷം. ഇപ്പം ക്രിസ്തുവിനെ ആണ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ജീവിതത്തെ നമ്മൾ ശരിക്കും അതിൻ്റെ ഊടും പാവും നെയ്യേണ്ടത്. അല്ല ക്രിസ്തുവിനെ കിട്ടുന്ന ആനുകൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ജെയ്സൺ എന്നുള്ള സാക്ഷ്യം പറയുന്ന ആൾ പറഞ്ഞത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, കാരണം അത് ആധ്യാത്മികമായി മനസ്സിലാക്കേണ്ടതാണ്. ആധ്യാത്മിക അനുഭവം ഉള്ളവർക്കേ എൻ്റെ ഫീലിംഗ് മനസ്സിലാകത്തുള്ളൂ. അപ്പം നമ്മൾ പൊതുവെ വിചാരിക്കാത്ത, ഇപ്പം നമ്മൾക്കുള്ള എങ്ങനെയാണ്, നമുക്ക് പ്രാർത്ഥിച്ച ഒരു സംഭവം കിട്ടിയ സന്തോഷം, പക്ഷെ അത് ദൈവത്തിൻ്റെ സന്തോഷമല്ല, അത് ലോകത്തിൻ്റെ സന്തോഷമാണത്. അത് ദൈവമായിട്ടുണ്ടാകുന്ന സന്തോഷമല്ലത്. അത് എടുത്തു കളയാൻ പറ്റുന്നത് കൊണ്ടാണ് ഈശോ പറയണത്, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ല. ജോലി കിട്ടിയപ്പോൾ സന്തോഷം, പക്ഷെ ട്രാൻസ്ഫർ വന്നപ്പോൾ ദുഃഖം. അതാണ് വിഷയം. അത് എടുത്തു കളയാം. ട്രാൻസ്ഫറിന് നിൻ്റെ സന്തോഷം, ജോലി കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം ട്രാൻസ്ഫറിന് എടുത്തു കളയാൻ പറ്റും. പക്ഷെ നമ്മൾ ദൈവത്തിലാണ് ആശ്രയിച്ച് അഭിഷേകം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ജീവിതത്തിൽ ഉള്ളതാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണ്. മനസ്സിലായിക്കൊണ്ട് ദൈവത്തെ നമ്മളിൽ നിന്ന് എടുത്തു കളയാത്തുള്ള കാലം വേറെ ആർക്കും നമ്മളിൽ നിന്ന് നമ്മുടെ സന്തോഷം എടുത്തു കളയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്.